പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിൾ ഇൻ എ ഇയർ. ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവവചന വായനാ പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസെൻഷൻ. ഞാൻ ഡാനിയലച്ചൻ. വചന വായനയിലൂടെ ദൈവസ്വരം കേൾക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ അങ്ങനെ നോക്കിക്കാണാനും ബൈബിളിലൂടെ മനോഹരമായ ഒരു യാത്രയ്ക്കായി നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്. വിശുദ്ധ വേദപുസ്തകത്തിലെ 73 ഗ്രന്ഥങ്ങളിലായി പരന്നു കിടക്കുന്ന മനുഷ്യരക്ഷയുടെ മഹാസംഭവം ഒറ്റപ്രമേയമായി വായിക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈം ലൈൻ എന്ന വായനാ സഹായി നമ്മൾ ഉപയോഗിക്കുന്നു. നിങ്ങൾക്ക് റീഡിംഗ് പ്ലാൻ ആവശ്യമുണ്ടെങ്കിൽ BIYindia.com/മലയാളം എന്ന ലിങ്കിൽ അത് ലഭ്യമാണ്. ഞാൻ വായിക്കുന്നത് POC പുറത്തിറക്കിയ മലയാളം ബൈബിളിൻ്റെ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ്. ഇന്ന് 184-ാമത്തെ ദിവസം. ഇന്ന് വായിക്കുന്ന വചനഭാഗങ്ങൾ 2 രാജാക്കന്മാർ അധ്യായം 18, 2 ദിനവൃത്താന്തം അധ്യായം 29, സങ്കീർത്തനങ്ങൾ 141. നമുക്ക് വചനം വായിക്കാം. നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു. 2 രാജാക്കന്മാർ അധ്യായം 18. ഹെസക്കിയ യൂദാ രാജാവ്. ഇസ്രായേൽ രാജാവായ ഏലായുടെ പുത്രൻ ഹോസിയായുടെ 3-ാം വർഷം യൂദാ രാജാവായ ആഹാസിൻ്റെ മകൻ ഹെസക്കിയ രാജാവായി. ഭരണം ആരംഭിക്കുമ്പോൾ അവൻ 25 വയസ്സായിരുന്നു. അവൻ ജെറുസലേമിൽ 29 വർഷം ഭരിച്ചു. അവൻ്റെ അമ്മയുടെ പേര് അബി എന്നായിരുന്നു. സഖറിയായുടെ മകളായിരുന്നു അവൾ. തൻ്റെ പിതാവായ ദാവീദ് ചെയ്തതുപോലെയെല്ലാം അവൻ കർത്താവിൻ്റെ ദൃഷ്ടികളിൽ ശരിയായത് പ്രവർത്തിച്ചു. അവൻ പൂജാഗിരികൾ നീക്കം ചെയ്യുകയും സ്തംഭങ്ങൾ തകർക്കുകയും അഷേര പ്രതിഷ്ഠകൾ വെട്ടിവീഴ്ത്തുകയും മോശ ഉണ്ടാക്കിയിരുന്ന നെഹുഷ്താൻ എന്ന സർപ്പത്തെ തകർക്കുകയും ചെയ്തു. കാരണം ആ ദിനങ്ങൾ വരെ ഇസ്രായേല്യർ അതിന് ധൂമയാഗമർപ്പിച്ചിരുന്നു. അതിനെ നെഹുഷ്താൻ എന്നാണ് അവൻ വിളിച്ചിരുന്നത്. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൽ അവൻ വിശ്വാസമർപ്പിച്ചു. അവന് ശേഷവും അവന് മുമ്പും ഉണ്ടായിരുന്ന യൂദാ രാജാക്കന്മാരിൽ ആരും അവനെപ്പോലെ ആയിരുന്നില്ല. അവൻ കർത്താവിനോട് ചേർന്ന് നിന്നു. അവിടുത്തെ പിന്നിൽ നിന്ന് അവൻ മാറിയില്ല. കർത്താവ് മോശയോട് കൽപ്പിച്ച അവിടുത്തെ കൽപ്പനകൾ അവൻ പാലിച്ചു. കർത്താവ് അവനോട് കൂടെ ഉണ്ടായിരുന്നു. പോകുന്നിടത്തെല്ലാം അവൻ ഐശ്വര്യം പ്രാപിച്ചിരുന്നു. അവൻ അസീറിയ രാജാവിനെ സേവിക്കാതെ അയാളെ എതിർത്തു. അവനാണ് ഫിലിസ്ത്യരെ ഗാസയും അതിൻ്റെ അതിർത്തികൾ വരെയും, അതായത് കാവൽ ഗോപുരം മുതൽ കോട്ട നഗരം വരെ നിഗ്രഹിച്ചത്. ഹെസക്കിയ രാജാവിൻ്റെ 4-ാം വർഷം, അതായത് ഇസ്രായേൽ രാജാവും ഏലായുടെ പുത്രനുമായ ഹോസിയായുടെ 7-ാം വർഷം, അസീറിയ രാജാവായ ഷൽമനേസർ സമറിയായുടെ നേർക്ക് വന്ന് അതിനുമേൽ ഉപരോധമേർപ്പെടുത്തി. 3-ാം വർഷാവസാനം ഹെസക്കിയായുടെ 6-ാം വർഷം, അതായത് ഇസ്രായേൽ രാജാവായ ഹോസിയായുടെ 9-ാം വർഷം, സമറിയ പിടിച്ചെടുക്കപ്പെട്ടു. അസീറിയ രാജാവ് ഇസ്രായേലിനെ അസറിയായിലേക്ക് നാട് കടത്തിക്കൊണ്ടുപോയി. ഹാല, ഗോസാനിലെ ഹാബോർ നദീതീരം, മെദിയ നഗരങ്ങൾ എന്നിവിടങ്ങളിൽ അവൻ അവരെ എത്തിച്ചു. കാരണം അവർ തങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ സ്വരം ശ്രവിക്കാതെ അവിടുത്തെ ഉടമ്പടി, കർത്താവിൻ്റെ ദാസനായ മോശ കൽപ്പിച്ചതെല്ലാം ലംഘിച്ചു. അവർ അതനുസരിച്ചില്ല, അനുഷ്ഠിച്ചുമില്ല. സെന്നാകെരീബ് യൂദ ആക്രമിക്കുന്നു. ഹെസക്കിയ രാജാവിൻ്റെ 14-ാം വർഷം അസീറിയ രാജാവായ സെന്നാകെരീബ് യൂദായുടെ സുരക്ഷിത നഗരങ്ങളിലെല്ലാം കയറി വന്ന് അവ കീഴടക്കി. അപ്പോൾ യൂദാ രാജാവായ ഹെസക്കിയ അസീറിയ രാജാവിന് ലാഖീഷിലേക്ക് ഇപ്രകാരം സന്ദേശമയച്ചു: ഞാൻ തെറ്റ് ചെയ്തു. നീ എൻ്റെ പക്കൽ നിന്ന് തിരിച്ചു പോവുക. നീ എൻ്റെ മേൽ ചുമത്തുന്ന എന്തും ഞാൻ വഹിക്കും. അസീറിയ രാജാവ് യൂദാ രാജാവായ ഹെസക്കിയയുടെ മേൽ 300 താലന്ത് വെള്ളിയും 30 താലന്ത് സ്വർണവും പിഴ ചുമത്തി. കർത്താവിൻ്റെ ആലയത്തിലും കൊട്ടാരത്തിലെ ഭണ്ഡാരങ്ങളിലും കണ്ടെത്തിയ വെള്ളി മുഴുവൻ ഹെസക്കിയ അവന് നൽകി. ആ അവസരത്തിൽ യൂദാ രാജാവായ ഹെസക്കിയ കർത്താവിൻ്റെ ആലയത്തിൻ്റെ കതകുകളും താൻ തന്നെ ലോഹം പൊതിഞ്ഞ കട്ടിളക്കാലുകളും മുറിച്ചെടുത്ത് അവ അസീറിയ രാജാവിന് നൽകി. അസീറിയ രാജാവ് ലാഖീഷിൽ നിന്ന് തർത്താൻ, റബ്സാരീസ്, റബ്ഷേക്ക എന്നിവരെ ശക്തമായ സൈന്യസമേതം ഹെസക്കിയായ്ക്കെതിരെ ജെറുസലേമിലേക്ക് അയച്ചു. അവർ ജെറുസലേമിലേക്ക് കയറി വന്നു. അവർ വന്ന് അലക്കുകാരൻ്റെ വയലിലേക്കുള്ള വഴിയിൽ മുകൾ ഭാഗത്തെ കുളത്തിലേക്കുള്ള ചാലിനരികെ നിലയുറപ്പിച്ചു. അവർ രാജാവിനെ വിളിച്ചപ്പോൾ കൊട്ടാരത്തിൻ്റെ മേൽനോട്ടക്കാരനും ഹിൽക്കിയായുടെ പുത്രനുമായ ഏലിയാക്കിമും എഴുത്തുകാരനായ ഷെബിനായും ആസാഫിൻ്റെ മകനും രേഖ സൂക്ഷിപ്പുകാരനുമായ യോവാഹും അവരുടെ അടുത്തേക്ക് ഇറങ്ങിച്ചെന്നു. റബ്ഷേക്ക അവരോട് പറഞ്ഞു: ഹെസക്കിയായോട് പറഞ്ഞാലും മഹാരാജാവായ അസറിയ രാജാവ് ചോദിക്കുന്നു,
നീ എന്തിൽ ആശ്രയിച്ചിട്ടാണ് ഈ ആത്മവിശ്വാസം? അധരങ്ങളുടെ മൊഴി യുദ്ധത്തിനുള്ള തന്ത്രവും ശക്തിയുമാണെന്ന് നീ വിചാരിക്കുന്നു. ആരിൽ ആശ്രയിച്ചിട്ടാണ് നീ ഇപ്പോൾ എന്നോട് എതിർത്തിരിക്കുന്നത്? ഇതാ, നീ ഇപ്പോൾ ആശ്രയിക്കുന്നത് ഒരുവൻ അതിന്മേൽ ചാരിയാൽ അവൻ്റെ കൈത്തലത്തിൽ തുളച്ചു കയറുന്ന കീറിയ ഈറ്റക്കമ്പായ ഈജിപ്തിനെയാണല്ലോ. തന്നിൽ ആശ്രയിക്കുന്നവർക്കൊക്കെ ഈജിപ്ത് രാജാവായ ഫറവോ അപ്രകാരമാണ്. എന്നാൽ ഞങ്ങളുടെ ദൈവമായ കർത്താവിലാണ് ഞങ്ങൾ ആശ്രയിക്കുന്നത് എന്ന് നിങ്ങൾ എന്നോട് പറയുന്നെങ്കിൽ അവിടുത്തെ പൂജാഗിരികളും ബലിപീഠങ്ങളും തന്നെയല്ലേ ജെറുസലേമിലെ ഈ ബലിപീഠത്തിന് മുമ്പിലേ നിങ്ങൾ ആരാധിക്കാവൂ എന്ന് യൂദായോടും ജെറുസലേമിനോടും പറഞ്ഞുകൊണ്ട് ഹെസക്കിയ നശിപ്പിച്ചു കളഞ്ഞത്. ഇപ്പോൾ നീ എൻ്റെ യജമാനനായ അസീറിയ രാജാവുമായി പന്തയം വെക്കുക. സവാരി ചെയ്യാൻ ആളുകളെ തരാൻ നിനക്ക് കഴിയുമെങ്കിൽ 2000 കുതിരകളെ ഞാൻ നിനക്ക് നൽകാം. തേരിനും തേരാളികൾക്കും വേണ്ടി ഈജിപ്തിനെ ആശ്രയിച്ചിരിക്കുന്ന നിനക്ക് എൻ്റെ യജമാനൻ്റെ സേവകന്മാരിൽ ഏറ്റവും ചെറിയ ഒരു സേനാപതിയുടെയെങ്കിലും മുഖം തിരിക്കാൻ എങ്ങനെയാകും? കർത്താവിനെ കൂടാതെയാണോ ഈ സ്ഥലം നശിപ്പിക്കാനായി അതിലേക്ക് ഞാനിപ്പോൾ കയറി വന്നിരിക്കുന്നത്? ഈ ദേശത്തിനെതിരെ കയറി ചെന്ന് അത് നശിപ്പിക്കുക എന്ന് കർത്താവ് എന്നോട് അരുളി ചെയ്തിരിക്കുന്നു. ഹിൽക്കിയായുടെ മകൻ ഏലിയാക്കിമും ഷെബനായും യോവാഹും റബ്ശക്കയോട് പറഞ്ഞു, ദയവായി നിന്റെ ദാസന്മാരോട് അരമായ ഭാഷ സംസാരിച്ചാലും, കാരണം ഞങ്ങൾക്കത് മനസ്സിലാകും. കോട്ടമേലുള്ള ജനം കേൾക്കെ ഞങ്ങളോട് യഹൂദ ഭാഷയിൽ സംസാരിക്കരുത്. എന്നാൽ റബ്ശേക്ക അവരോട് പറഞ്ഞു, എൻ്റെ യജമാനൻ ഈ കാര്യങ്ങൾ സംസാരിക്കാൻ എന്നെ അയച്ചിരിക്കുന്നത് നിങ്ങളുടെ യജമാനന്മാരുടെ അടുത്തേക്കും നിങ്ങളുടെ നേർക്കുമോ? നിങ്ങളോടൊപ്പം സ്വന്തം അമേധ്യം കഴിക്കാനും മൂത്രം കുടിക്കാനും മതിലിനോട് ചേർന്നിരിക്കുന്ന പുരുഷന്മാരുടെ അടുത്തേക്കുമല്ലേ? റബ്ശേക്ക ഉയർന്നു നിന്ന് ഉച്ചസ്വരത്തിൽ യഹൂദ ഭാഷയിൽ പ്രഖ്യാപിച്ചു. അയാൾ പറഞ്ഞു, അസീറിയ ഭരണാധികാരിയായ മഹാരാജാവിൻ്റെ വാക്കുകൾ ശ്രവിക്കുവിൻ. രാജാവ് ഇങ്ങനെ പറയുന്നു, ഹെസക്കിയ നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ, കാരണം എൻ്റെ കയ്യിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാൻ അവന് കഴിവില്ല. കർത്താവ് നമ്മെ നിശ്ചയമായും രക്ഷിക്കും. അസീറിയ രാജാവിൻ്റെ കയ്യിൽ ഈ നഗരം ഏൽപ്പിക്കപ്പെടുകയില്ല എന്ന് പറഞ്ഞ് കർത്താവിൽ ആശ്രയിക്കാൻ ഹെസക്കിയ നിങ്ങൾക്ക് ഇടവരുത്താതിരിക്കട്ടെ. നിങ്ങൾ ഹെസക്കിയായെ കേൾക്കരുത്. എന്തെന്നാൽ അസീറിയ രാജാവ് പറയുന്നു, നിങ്ങൾ എന്നോട് സമാധാന സന്ധി ചെയ്ത് പുറത്ത് എൻ്റെ അടുത്തേക്ക് വരുവിൻ. അങ്ങനെ നിങ്ങൾ ഓരോരുത്തരും സ്വന്തം മുന്തിരിയിൽ നിന്നും അത്തിവൃക്ഷത്തിൽ നിന്നും ഭക്ഷിക്കുകയും സ്വന്തം കിണറ്റിലെ ജലത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവിൻ. അനന്തരം ഞാൻ വന്ന് നിങ്ങളെ ഈ നാടിന് സദൃശ്യമായ ഒരു നാട്ടിലേക്ക്, ധാന്യവും വീഞ്ഞും അപ്പവും മുന്തിരിത്തോപ്പുകളും ഒലിവും തേനുമുള്ള ഒരു നാട്ടിലേക്ക് കൊണ്ടുപോകും. നിങ്ങൾ ജീവിക്കും, മരിക്കുകയില്ല. ഹെസക്കിയായെ നിങ്ങൾ കേൾക്കരുത്, കാരണം കർത്താവ് നമ്മെ രക്ഷിക്കും എന്ന് പറഞ്ഞ് അവൻ നിങ്ങളെ വഴിതെറ്റിക്കുകയാണ്. ഏതെങ്കിലും ജനതകളുടെ ദേവന്മാർ അസീറിയ രാജാവിൻ്റെ കയ്യിൽ നിന്ന് തങ്ങളുടെ ദേശം രക്ഷിച്ചിട്ടുണ്ടോ? ഹമാത്തിൻ്റെയും അർപ്പാദിൻ്റെയും ദേവന്മാർ എവിടെ? സെഫാർവയും ഹേന, ഇവ എന്നിവയുടെ ദേവന്മാർ എവിടെ? അവർ സമരിയായെ എൻ്റെ കയ്യിൽ നിന്ന് രക്ഷിച്ചോ? ദേശങ്ങളുടെ ദേവന്മാരിൽ ആരെങ്കിലും തങ്ങളുടെ ദേശത്തെ എൻ്റെ കയ്യിൽ നിന്ന് മോചിപ്പിച്ചിട്ടുണ്ടോ? പിന്നെ കർത്താവ് എൻ്റെ കയ്യിൽ നിന്ന് ജെറുസലേമിനെ രക്ഷിക്കുമോ? നിങ്ങൾ അവനോട് മറുപടി പറയരുത് എന്ന് രാജകൽപ്പന ഉണ്ടായിരുന്നതിനാൽ ജനം മൂകരായിരുന്നു. അവർ അവനോട് ഒരു വാക്കും പ്രത്യുത്തരിച്ചില്ല. അപ്പോൾ കൊട്ടാര വിചാരിപ്പുകാരനും ഹിൽക്കിയായുടെ മകനുമായ ഏലിയാക്കിമും എഴുത്തുകാരൻ ഷെബനായും ആസാഫിൻ്റെ പുത്രനും രേഖ സൂക്ഷിപ്പുകാരനുമായ യോവാഹും വസ്ത്രം കീറിക്കൊണ്ട് ഹെസക്കിയായുടെ പക്കൽ വന്ന് റബ്ശക്കയുടെ വാക്കുകൾ അവനെ അറിയിച്ചു. 2 ദിനവൃത്താന്തം അധ്യായം 29. ഹെസക്കിയ. ഭരണം ആരംഭിക്കുമ്പോൾ ഹെസക്കിയായ്ക്ക് 25 വയസ്സായിരുന്നു. അവൻ ജെറുസലേമിൽ 29 വർഷം ഭരിച്ചു. അവൻ്റെ അമ്മയുടെ പേര് അബിയ എന്നായിരുന്നു. സക്കറിയായുടെ പുത്രിയായിരുന്നു അവൾ. തൻ്റെ പിതാവായ ദാവീദ് ചെയ്തതുപോലെയെല്ലാം അവൻ കർത്താവിൻ്റെ ദൃഷ്ടികളിൽ ശരിയായത് പ്രവർത്തിച്ചു. ദേവാലയം ശുദ്ധീകരിക്കുന്നു. തൻ്റെ ഭരണത്തിൻ്റെ ആദ്യ വർഷം ആദ്യ മാസത്തിൽ അവൻ കർത്താവിൻ്റെ ആലയത്തിൻ്റെ വാതിലുകൾ തുറക്കുകയും അവ ബലപ്പെടുത്തുകയും ചെയ്തു. അവൻ പുരോഹിതന്മാരെയും ലേവായരെയും കൊണ്ടുവന്ന് കിഴക്കേ അങ്കണത്തിൽ ഒരുമിച്ച് കൂട്ടി. അവൻ അവരോട് പറഞ്ഞു, ലേവായരെ, എന്നെ ശ്രവിക്കുവിൻ. ഇപ്പോൾ നിങ്ങൾ സ്വയം വിശുദ്ധീകരിക്കുകയും നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിൻ്റെ ആലയം വിശുദ്ധീകരിക്കുകയും ചെയ്യുവിൻ. അങ്ങനെ നിങ്ങൾ വിശുദ്ധ സ്ഥലത്ത് നിന്ന് മാലിന്യം അകറ്റുവിൻ. എന്തെന്നാൽ നമ്മുടെ പിതാക്കന്മാർ നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ ദൃഷ്ടികളിൽ അവിശ്വസ്തരാവുകയും തിന്മ പ്രവർത്തിക്കുകയും
അവിടുത്തെ ഉപേക്ഷിക്കുകയും തങ്ങളുടെ മുഖങ്ങൾ കർത്താവിൻ്റെ വാസസ്ഥലത്തു നിന്ന് തിരിക്കുകയും പുറം തിരിച്ചു കാട്ടുകയും ചെയ്തു. മാത്രമല്ല, അവർ മണ്ഡപത്തിൻ്റെ വാതിലുകൾ അടയ്ക്കുകയും ദീപങ്ങൾ അണയ്ക്കുകയും ചെയ്തു. ഇസ്രായേലിൻ്റെ ദൈവത്തിന് വിശുദ്ധ സ്ഥലത്ത് അവർ ധൂപാർപ്പണം നടത്തുകയോ ഹോമയാഗം അർപ്പിക്കുകയോ ചെയ്തില്ല. ആകയാൽ കർത്താവിൻ്റെ ക്രോധം യൂദായുടെയും ജെറുസലേമിൻ്റെയും മേൽ ഉണ്ടായി. നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കാണുന്നത് പോലെ അവിടുന്ന് അവരെ ഭീതിക്കും പരിഭ്രമത്തിനും പരിഹാസത്തിനും വിട്ടുകൊടുത്തിരിക്കുന്നു. ഇതാ, നമ്മുടെ പിതാക്കന്മാർ വാളാൽ നിബദിക്കുകയും അങ്ങനെ നമ്മുടെ പുത്രന്മാരും പുത്രിമാരും നമ്മുടെ ഭാര്യമാരും തടവിലാവുകയും ചെയ്തിരിക്കുന്നു. അവിടുത്തെ ഉഗ്രകോപം നമ്മിൽ നിന്ന് പിന്തിരിയാനായി ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിനോട് ഇപ്പോൾ ഒരു ഉടമ്പടി ഉണ്ടാക്കുക എന്നതാണ് എൻ്റെ ഹൃദയാഭിലാഷം. എൻ്റെ മക്കളെ, നിങ്ങളിപ്പോൾ ഉപേക്ഷ വിചാരിക്കരുത്. അവിടുത്തെ മുമ്പിൽ നിൽക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്തുകൊണ്ട് അവിടുത്തെ ശുശ്രൂഷകരും ധൂപാർപ്പകരുമാകാൻ കർത്താവ് നിങ്ങളെയാണല്ലോ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ ലേവായർ ഉണർന്നെഴുന്നേറ്റു. കൊഹാത്യരിൽ നിന്ന് ആമസായിയുടെ പുത്രൻ മഹത്തും, അസറിയായുടെ പുത്രൻ ജോയേലും, മെറാരിയിൽ നിന്ന് അബ്ദിയുടെ പുത്രൻ കീഷും, യഹല്ലേലിൻ്റെ പുത്രൻ അസറിയായും, ഗർഷോൻകാരിൽ നിന്ന് സിമ്മായുടെ പുത്രൻ യോവാഹും, യോവാഹിൻ്റെ പുത്രൻ ഏദനും, എലിസാഫ്യരിൽ നിന്ന് സിമ്രിയും യെയിയേലും, ആസാഫ്യരിൽ നിന്ന് സക്കറിയായും മത്താനിയായും, ഹേമാന്യരിൽ നിന്ന് യഹിയേലും ഷെമയും, യെദുത്തൂന്യരിൽ നിന്ന് ഷെമയായും ഉസിയേലുമായിരുന്നു അവർ. അവർ തങ്ങളുടെ സഹോദരന്മാരെ ഒരുമിച്ച് കൂട്ടി. അവർ സ്വയം വിശുദ്ധീകരിച്ച് കർത്താവിൻ്റെ അരുളപ്പാടനുസരിച്ച് രാജകൽപ്പന പ്രകാരം കർത്താവിൻ്റെ ആലയം ശുദ്ധീകരിക്കാൻ വന്നു. കർത്താവിൻ്റെ ആലയത്തിൻ്റെ ഉൾഭാഗം വിമലീകരിക്കാൻ പുരോഹിതന്മാർ പ്രവേശിച്ചു. കർത്താവിൻ്റെ ആലയത്തിൽ കണ്ട എല്ലാ മാലിന്യവും അവർ കർത്താവിൻ്റെ ആലയാങ്കണത്തിലേക്ക് കൊണ്ടുവന്നു. ലേവായർ അവയെടുത്ത് പുറത്ത് കിദ്രോൻ താഴ്വരയിലേക്ക് കൊണ്ടുപോയി. 1-ാം മാസത്തിലെ 1-ാം ദിവസം അവർ ശുദ്ധീകരണം തുടങ്ങി. ആ മാസത്തിൻ്റെ 8-ാം ദിവസം അവർ കർത്താവിൻ്റെ മണ്ഡപത്തിലെത്തി. അങ്ങനെ അവർ 8 ദിവസത്തേക്ക് കർത്താവിൻ്റെ ആലയം ശുദ്ധീകരിച്ചു. 1-ാം മാസത്തിലെ 16-ാം ദിവസം അവർ അത് പൂർത്തിയാക്കി. അനന്തരം അവർ അകത്ത് ഹെസക്കിയ രാജാവിൻ്റെ അടുക്കലേക്ക് ചെന്ന് പറഞ്ഞു, കർത്താവിൻ്റെ ആലയം മുഴുവനും ഹോമയാഗത്തിൻ്റെ ബലിപീഠവും അതിൻ്റെ എല്ലാ ഉപകരണങ്ങളും തിരുസാന്നിധ്യപ്പത്തിൻ്റെ മേശയും അതിൻ്റെ ഉപകരണങ്ങളും ഞങ്ങൾ ശുദ്ധിയാക്കിയിട്ടുണ്ട്. മാത്രമല്ല, ആഹാസ് രാജാവ് തൻ്റെ ഭരണകാലത്ത് അവിശ്വസ്തനായിരുന്നപ്പോൾ ഉപേക്ഷിച്ച എല്ലാ ഉപകരണങ്ങളും ഞങ്ങൾ നന്നാക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്തിരിക്കുന്നു. ഇതാ, അവ കർത്താവിൻ്റെ ബലിപീഠത്തിൻ്റെ മുമ്പിലുണ്ട്. അപ്പോൾ ഹെസക്കിയ രാജാവ് അതിരാവിലെ എഴുന്നേറ്റ് നഗരത്തിലെ പ്രഭുക്കന്മാരെ വിളിച്ചുകൂട്ടി. അവർ കർത്താവിൻ്റെ ആലയത്തിലേക്ക് കയറി ചെന്നു. രാജ്യത്തിനും വിശുദ്ധ സ്ഥലത്തിനും യൂദായ്ക്കും വേണ്ടി പാപയാഗമായി 7 കാളകളെയും 7 മുട്ടാടുകളെയും 7 ചെമ്മരിയാടുകളെയും 7 ആൺകോലാടുകളെയും അവർ കൊണ്ടുവന്നു. കർത്താവിൻ്റെ ബലിപീഠത്തിൽ അവയെ ഹോമയാഗമാക്കാൻ അവൻ അഹറോൻ്റെ പുത്രന്മാരായ പുരോഹിതന്മാരോട് നിർദ്ദേശിച്ചു. അവർ കാളകളെ കൊന്നു. പുരോഹിതന്മാർ രക്തമെടുത്ത് ബലിപീഠത്തിലേക്ക് തൂകി. അവർ മുട്ടാടുകളെ കൊന്ന് രക്തം ബലിപീഠത്തിലേക്ക് തൂകി. അവർ ചെമ്മരിയാടുകളെ കൊന്ന് രക്തം ബലിപീഠത്തിലേക്ക് തൂകി. തുടർന്ന് പാപയാഗത്തിനുള്ള ആൺകോലാടുകളെ അവർ രാജാവിൻ്റെയും സഭയുടെയും മുമ്പിലേക്ക് കൊണ്ടുവന്നു. അവർ അവയുടെ മേൽ തങ്ങളുടെ കൈകൾ വെച്ചു. പുരോഹിതന്മാർ അവയെ കൊല്ലുകയും ഇസ്രായേൽ മുഴുവൻ്റെയും അനുരഞ്ജനത്തിനായി അവയുടെ രക്തം ബലിപീഠത്തിൽ പാപയാഗമായി അർപ്പിക്കുകയും ചെയ്തു. കാരണം ഇസ്രായേൽ മുഴുവനും വേണ്ടി ഹോമയാഗവും പാപയാഗവും അർപ്പിക്കണമെന്ന് രാജാവ് കൽപ്പിച്ചിരുന്നു. ദാവീദിൻ്റെയും രാജാവിൻ്റെ ദീർഘദർശിയായ ഗാദിൻ്റെയും പ്രവാചകനായ നാഥാൻ്റെയും കൽപ്പന പ്രകാരം ഇലത്താളങ്ങൾ, വീണകൾ, കിന്നരങ്ങൾ എന്നിവയുമായി ലേവായരെ അവൻ കർത്താവിൻ്റെ ആലയത്തിൽ നിർത്തി. എന്തെന്നാൽ അവിടുത്തെ പ്രവാചകന്മാരിലൂടെയായിരുന്നു കർത്താവിൻ്റെ കൽപ്പന ലഭിച്ചിരുന്നത്. ദാവീദിൻ്റെ സംഗീതോപകരണങ്ങളുമായി ലേവായരും കാഹളങ്ങളുമായി പുരോഹിതന്മാരും നിന്നു. ബലിപീഠത്തിൽ ഹോമയാഗം അർപ്പിക്കാൻ ഹെസക്കിയ നിർദ്ദേശിച്ചു. ഹോമയാഗാർപ്പണം ആരംഭിച്ച നേരത്ത് തന്നെ കാഹളങ്ങളോടും ഇസ്രായേൽ രാജാവായ ദാവീദിൻ്റെ വാദ്യോപകരണങ്ങളോടും കൂടെ കർത്താവിൻ്റെ ഗാനവും ആരംഭിച്ചു. സഭ മുഴുവനും ആരാധിച്ചു. ഗീതം ആലപിക്കപ്പെട്ടു. കാഹളക്കാർ കാഹളമൂതി. ഹോമയാഗം അവസാനിക്കുന്നതുവരെ ഇവയെല്ലാം തുടർന്നു. ഹോമയാഗാർപ്പണം സമാപിച്ചപ്പോൾ രാജാവും അവൻ്റെ കൂടെ ഉണ്ടായിരുന്നവരുമെല്ലാം കുമ്പിട്ട് ആരാധിച്ചു. മാത്രമല്ല, ദാവീദ് രാജാവിൻ്റെയും ആസാഫ് ദീർഘദർശിയുടെയും വാക്കുകളിൽ കർത്താവിന് സ്തോത്രം ആലപിക്കാൻ
ഹെസക്കിയാ രാജാവും പ്രഭുക്കന്മാരും ലേവായരോട് നിർദ്ദേശിക്കുകയും ചെയ്തു. അവർ ഏറെ സന്തോഷപൂർവ്വം സ്തോത്രമാലപിച്ചു. അവർ ശിരസ്സ് നമിക്കുകയും ആരാധിക്കുകയും ചെയ്തു. അപ്പോൾ ഹെസക്കിയാ പ്രത്യുത്തരിച്ചു പറഞ്ഞു, ഇപ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ കർത്താവിനായി പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ആകയാൽ നിങ്ങൾ കർത്താവിൻ്റെ ആലയത്തിൻ്റെ അടുത്തേക്ക് ബലികളും കൃതജ്ഞതാ കാഴ്ചകളും കൊണ്ടുവരുവിൻ. അങ്ങനെ സമൂഹം ബലികളും കൃതജ്ഞതാ കാഴ്ചകളും സന്മനസ്സുള്ളവരെല്ലാം ഹോമയാഗങ്ങളും കൊണ്ടുവന്നു. ഹോമയാഗത്തിനായി സമൂഹം കൊണ്ടുവന്നവയുടെ കണക്ക് 70 കാളകൾ, 100 മുട്ടാടുകൾ, 200 ചെമ്മരിയാടുകൾ എന്നിങ്ങനെയായിരുന്നു. ഇവയെല്ലാം കർത്താവിനുള്ള ഹോമയാഗത്തിനു വേണ്ടിയായിരുന്നു. സമർപ്പിത വസ്തുക്കൾ 600 കാളകളും 3000 ആടുകളുമായിരുന്നു. പക്ഷേ പുരോഹിതന്മാർ കുറവായിരുന്നു. അതുകൊണ്ട് ഹോമയാഗത്തിനുള്ളവയുടെ എല്ലാം തോലുരിഞ്ഞ് ഒരുക്കുന്നതിന് അവർക്ക് കഴിഞ്ഞിരുന്നില്ല. ആകയാൽ ജോലി തീരുന്നതുവരെയും പുരോഹിതന്മാർ സ്വയം വിശുദ്ധീകരിക്കുന്നതുവരെയും അവരുടെ സഹോദരന്മാരായ ലേവായർ അവരെ സഹായിച്ചു. എന്തെന്നാൽ സ്വയം വിശുദ്ധീകരിക്കുന്നതിൽ പുരോഹിതന്മാരെക്കാൾ ഹൃദയപരമാർത്ഥരായിരുന്നു ലേവായർ. ഹോമയാഗ ബാഹുല്യത്തോടൊപ്പം സമാധാന ബലികളുടെ കൊഴുപ്പും ഹോമയാഗത്തിനുള്ള പാനീയ നൈവേദ്യങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ കർത്താവിൻ്റെ ആലയത്തിലെ ശുശ്രൂഷ ഒരുക്കപ്പെട്ടു. ജനത്തിനു വേണ്ടി ദൈവം ഒരുക്കിയതിനെക്കുറിച്ച് ഹെസക്കിയായും ജനം മുഴുവനും ആഹ്ലാദിച്ചു. കാരണം ഇക്കാര്യം വേഗത്തിലാണ് നടന്നത്. സങ്കീർത്തനങ്ങൾ 141. സായാഹ്ന പ്രാർത്ഥന. ദാവീദിൻ്റെ കീർത്തനം. കർത്താവെ, ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു. എനിക്കായി തിടുക്കം കൂട്ടണമേ. അങ്ങയോട് ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ എൻ്റെ സ്വരത്തിന് ചെവി തരണമേ. തിരുസന്നിധിയിൽ ധൂപാർച്ചനയായി എൻ്റെ പ്രാർത്ഥനയും സായാഹ്ന ധാന്യയാഗമായി എൻ്റെ കരതലമുയർത്തലും എണ്ണപ്പെടട്ടെ. കർത്താവെ, എൻ്റെ വായ്ക്ക് കാവലേർപ്പെടുത്തണമേ. എൻ്റെ അധര കവാടത്തിനു മേൽ സൂക്ഷ്മമുണ്ടായിരിക്കണമേ. ദുഷ്കർമ്മികളായ മനുഷ്യരോടൊത്ത് ദുഷ്ടതയിൽ അകൃത്യങ്ങൾ ചെയ്യാൻ അധമകാര്യത്തിന് എൻ്റെ ഹൃദയം വിധേയമാകരുതേ. അവരുടെ ഇഷ്ടവിഭവങ്ങൾ ഞാൻ രുചിക്കാതിരിക്കട്ടെ. നീതിമാൻ എന്നെ പ്രഹരിക്കട്ടെ, അത് കാരുണ്യമാണ്. അവൻ എന്നെ ശാസിക്കട്ടെ, അത് ഉത്തമ തൈലമാണ്. എൻ്റെ ശിരസ് അത് തടയാതിരിക്കട്ടെ. ഇനിയും എൻ്റെ പ്രാർത്ഥന ദുഷ്ടരുടെ തിന്മകൾക്കെതിരാണല്ലോ. അവരുടെ ന്യായാധിപന്മാർ ബലിഷ്ഠകരങ്ങളാൽ തള്ളി വീഴ്ത്തപ്പെട്ടു. അക്കൂട്ടർ എൻ്റെ വചസ്സുകൾ കേട്ടിരുന്നു. അവ അഭികാമ്യമായിരുന്നല്ലോ. ഭൂമിയിൽ ചാലുകീറുകയും കിടങ്ങ് കുഴിക്കുകയും ചെയ്യുന്നതുപോലെ ഞങ്ങളുടെ അസ്ഥികൾ പാതാളവായിൽ ചിതറിക്കപ്പെട്ടിരിക്കുന്നു. നാഥനായ കർത്താവേ, എൻ്റെ ദൃഷ്ടികൾ അങ്ങയുടെ നേർക്കാണല്ലോ. അങ്ങിൽ ഞാൻ അഭയം തേടുന്നു. എൻ്റെ ആത്മാവിനെ ക്ഷയിപ്പിക്കരുതേ. അവർ എനിക്കൊരുക്കിയ കെണിക്കൈകളിൽ നിന്നും ദുഷ്കർമ്മികളുടെ കുടുക്കുകളിൽ നിന്നും എന്നെ കാത്തുകൊള്ളണമേ. ഞാൻ കടന്നു പോകും വരെ ദുഷ്ടർ ഒന്നടങ്കം സ്വന്തം വലകളിൽ നിവധിക്കട്ടെ. നല്ല കർത്താവെ, ഞാൻ അങ്ങയ്ക്ക് നന്ദി പറയുന്നു. കർത്താവ്, ഇന്നത്തെ വചനവായനയിലൂടെ ഹെസക്കിയ എന്ന അങ്ങ് തിരഞ്ഞെടുത്ത അഭിഷിക്തനായ രാജാവിലൂടെ അങ്ങ് പൂർവികർ ചെയ്ത പാപങ്ങളുടെ പരിഹാരം നിർവഹിക്കുന്നതായി വായിക്കുമ്പോൾ, ദൈവമായ കർത്താവെ, കഴിഞ്ഞ കാലത്തിൻ്റെ തെറ്റുകളെ ഞങ്ങളുടെ ജീവിതം കൊണ്ട് തിരുത്താനുള്ള വിവേകവും ജ്ഞാനവും കൃപയും ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങേക്ക് സമർപ്പിക്കേണ്ട ആരാധനയിൽ വന്ന അപാകതയാണ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ തകർച്ചകളുടെയും കാരണമെന്ന് തിരിച്ചറിയാനുള്ള ജ്ഞാനവും ഞങ്ങൾക്ക് ലഭിക്കാനിടയാകണമേ. ഒന്നാമത്തേതിനെ ഒന്നാമതായി കരുതാനുള്ള വിവേകം തന്ന് ഞങ്ങളെ സഹായിക്കണമേ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ അധര കവാടത്തിന് കാവലേർപ്പെടുത്തുകയും കർത്താവെ, ഞങ്ങളുടെ വാക്കുകളെ, ഞങ്ങളുടെ സംസാരത്തെ കരുതലോടെ സൂക്ഷിക്കാൻ ഞങ്ങളെ അങ്ങ് സഹായിക്കുകയും ചെയ്യണമേ. ഈ വചനവായനയിൽ അങ്ങ് ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്ന അവിടുത്തെ കൃപാകടാക്ഷത്തിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദിയും സ്തുതിയും ആരാധനയും സമർപ്പിക്കുന്നു. ഇപ്പോൾ ഈ വചനസ്വരത്തിന് കാതോർക്കുന്ന ഈ മകനെയും മകളെയും അങ്ങ് പ്രത്യേകമായി വ്യക്തിപരമായി സ്പർശിക്കണമേ എന്നും കർത്താവെ, ഈ പ്രഭാതത്തിൽ ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ടവരെ, 184 ദിവസത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുവന്ന ദൈവത്തിൻ്റെ അനന്തമായ കരുണയ്ക്കും പരിപാലനയ്ക്കും എത്ര നന്ദി പറഞ്ഞാലാണ് മതിയാവുക. ഹെസക്കിയ രാജാവ് കനത്ത കൂരിരുട്ടിന് നടുവിൽ കത്തിച്ചു വെച്ച ഒരു കൈവിളക്കായിരുന്നു. കൊടിയ അന്ധകാരമായിരുന്നു ഇതുവരെയും. പ്രത്യേകിച്ച് ഹെസക്കിയായുടെ പിതാവായിരുന്ന ആഹാസ് രാജാവ് ബെൻഹിന്നോൻ താഴ്വരയിൽ പുത്രന്മാരെ ഹോമിക്കുകയും ദേശത്തെല്ലാം വിജാതീയ പൂജാഗിരികൾ നിർമ്മിക്കുകയും ദമാസ്കസിലെ അസീറിയ ദേവൻ്റെ ക്ഷേത്രത്തിൻ്റെ മാതൃകയിൽ ജെറുസലേം ദേവാലയത്തിൻ്റെ ബലിപീഠം നിർമ്മിക്കുകയും ദേവാലയത്തിലെ ഓട്ടുബലിപീഠം ഉൾപ്പെടെയുള്ള
ദൈവനിർദ്ദേശപ്രകാരം രൂപീകരിക്കപ്പെട്ട ദൈവിക സംവിധാനങ്ങളെയെല്ലാം തകിടം മറിക്കുകയും ഉപേക്ഷിക്കുകയും ഒക്കെ ചെയ്ത ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ആഹാസിൻ്റെ മകൻ ഹെസക്കിയായിലേക്ക് വരുമ്പോൾ ഈ കാര്യങ്ങൾക്കെല്ലാം വീണ്ടും ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലേക്കൊരു തിരിച്ചുവരവ് ഉണ്ടാവുകയാണ്. നമ്മൾ എവിടെ നിന്ന് വന്നു എന്നത് നമ്മൾ എവിടേക്ക് പോകണമെന്നതിനെ തീരുമാനിക്കുന്ന ഒരു ഘടകമല്ല. അതായത് നമ്മുടെ ഹിസ്റ്ററി അല്ല നമ്മുടെ ഡെസ്റ്റിനിയെ തീരുമാനിക്കുന്നത്. നമ്മൾ ആരുടെ മക്കളാണ്, നമ്മൾ ഏത് കുടുംബത്തിൽ പിറന്നവരാണ്, നമ്മുടെ മാതാപിതാക്കന്മാർ എങ്ങനെയുള്ളവരായിരുന്നു, നമ്മൾ വന്ന സാഹചര്യം നല്ലതായിരുന്നോ മോശമായിരുന്നോ, ഇതൊന്നുമല്ല. നമ്മൾ എങ്ങോട്ട് പോകണം, നമ്മൾ എങ്ങനെയുള്ള ജീവിതം നയിക്കണം, നമ്മുടെ ജീവിതത്തിൻ്റെ ഭാവിയും ഗതിയും എന്താവണം എന്നതിനെ തീരുമാനിക്കുന്ന ഘടകങ്ങൾ. അപ്പനെ പോലെ ആയിരുന്നതേയില്ല മകനായിരുന്ന ഹെസക്കിയ. അതായത് അപ്പൻ ചെയ്ത എല്ലാ തിന്മകൾക്കും പരിഹാരവും പ്രായശ്ചിത്തവും എന്നോണം അതിന് വിപരീതമായി ദാവീദിൻ്റെ കാലത്തും സോളമൻ്റെ കാലത്തും ഉണ്ടായിരുന്നതുപോലെ ഈ ദേവാലയത്തിലെ ദൈവാരാധന വളരെ കൃത്യമായും അച്ചടക്കത്തോടെയും ഒരു തിരിച്ചുവരവ് ആ വിഷയത്തിൽ നടത്തി എന്ന ഹെസക്കിയായുടെ ആ നവീകരണ പ്രവർത്തനങ്ങൾ വളരെ ശ്രദ്ധേയമായ പ്രത്യാശാനിർഭരമായ ഒരു വായനയായിരുന്നു. അത് നമ്മൾ എത്രമാത്രം നമ്മുടെ ജീവിതത്തെ കരിപിടിച്ച പാത്രത്തെ കഴുകി വൃത്തിയാക്കുന്നത് പോലെ നമ്മൾ എത്രമാത്രം നമുക്ക് ദൈവവുമായുള്ള ബന്ധത്തിൽ വന്നുപോയ അപാകതകൾ പരിഹരിച്ച് കർത്താവിലേക്ക് മടങ്ങി വരണമെന്ന എത്ര ശക്തമായ ഒരു ഓർമ്മപ്പെടുത്തലാണ് ദൈവം നമുക്ക് ഈ വായനയിലൂടെ തന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ക്രിസ്തുവിൽ നമുക്ക് പുതിയ ഒരു ഐഡൻറ്റിറ്റി മാത്രമല്ല, പുതിയൊരു ആൻസെസ്ട്രിയും ഉണ്ട്, പുതിയൊരു പൈതൃകവും ഉണ്ട്. അതായത് ഒരു വ്യക്തി ക്രിസ്തുവിലേക്ക് വന്നു കഴിയുമ്പോൾ പിന്നീട് അയാളുടെ പൂർവികർ, അയാൾ വന്ന പാരമ്പര്യത്തിൻ്റെ വഴികൾ, അയാളുടെ കുടുംബം, അയാളുടെ മാതാപിതാക്കൾ എങ്ങനെയായിരുന്നു, ഇതൊന്നും ഒരു വിഷയമേ ആകുന്നില്ല. ക്രിസ്തുവിൽ നമുക്കൊരു പുതിയ പൈതൃകം ആരംഭിക്കുകയാണ്. പൂജാസ്തംഭങ്ങൾ തകർക്കുകയും ദൈവത്തിനെതിരായി നിലകൊണ്ടിരുന്ന എല്ലാ കാര്യങ്ങളെയും നശിപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഹെസക്കിയ നമ്മോട് പറയുന്നത് നമുക്ക് ക്രിസ്തു യേശുവിൽ ഒരു പുതിയ ജീവിതമുണ്ട് എന്ന പുതിയ നിയമത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ തന്നെയാണ്. നഹുഷ്താൻ എന്ന പേരിൽ ഒരു ഓട്ട് സർപ്പം ഉണ്ടായിരുന്നു. നമുക്കറിയാം, മരുഭൂമിയിൽ ദൈവത്തിനെതിരെ പെറുപെറുത്ത് ദൈവം ആഗ്നേയ സർപ്പങ്ങളെ പാളയത്തിനകത്തേക്ക് അയക്കുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ദൈവം തന്നെ നിർദ്ദേശിച്ച മാർഗമായിരുന്നു മോശയോട് ഒരു പിച്ചള സർപ്പത്തെ ഉയർത്തി അതിനെ നോക്കുന്നവർ രക്ഷ പ്രാപിക്കും എന്നത്. നമുക്ക് പുതിയ നിയമ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ അറിയാം, ഈ പിച്ചള സർപ്പം കാൽവരിയിൽ ഉയർത്തപ്പെടാൻ പോകുന്ന ക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ നിഴലും പ്രതീകവും ആയിരുന്നു. എന്നാൽ കാലാന്തരത്തിൽ ഈ ഓട്ട് പിച്ചള സർപ്പത്തെ ഇസ്രായേൽ ജനം ആരാധിക്കാൻ തുടങ്ങി. യൂദാജനത്തിൻ്റെ ആരാധനാ വസ്തുവായി ഈ ഓട്ട് സർപ്പം മാറി. അതിൻ്റെ പേരായിരുന്നു നഹുഷ്താൻ. ദൈവത്തെക്കാൾ ഉപരി അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്ഥാനത്തിന് പകരം ഈ നഹുഷ്താൻ അപഹരിക്കുന്നു എന്ന് കണ്ടപ്പോൾ ഹെസക്കിയ അത് തച്ചുടച്ച് തകർത്ത് കളയുകയാണ്. ദൈവം രക്ഷിക്കാൻ ഉപയോഗിച്ച സർപ്പത്തെ ആരാധനാ വസ്തുവാക്കി ദൈവത്തിന് പകരമാക്കി മാറ്റുന്ന ജനത്തിൻ്റെ വിഗ്രഹാരാധനയ്ക്കെതിരെയും ഹെസക്കിയ ശക്തമായ നിലപാടുകൾ എടുത്തു. ഈ സമയത്താണ് അസീറിയ രാജാവ് സമറിയായെ കീഴടക്കുന്നതും സമറിയായെ കീഴടക്കിയതിന് ശേഷം യൂദായുടെ സുശക്ത നഗരങ്ങളെ കീഴടക്കാനായി സെന്നാക്കരീബ് എന്ന അസീറിയ രാജാവ് പുറപ്പെട്ട് കയറി വരുന്നതും. നിർണായകമായ ഒരു പ്രതിസന്ധിയെ ഹെസക്കിയ നേരിടുകയാണ്. അതായത് ഒരു വശത്ത് തങ്ങളുടെ സഹോദരങ്ങളായ ഇസ്രായേൽ ആക്രമിക്കപ്പെട്ടു, കീഴടക്കപ്പെട്ടു, നാട് കടത്തപ്പെട്ടു. ശക്തമായൊരു സാമ്രാജ്യമായി അസീറിയ തങ്ങൾക്കെതിരെ ഉയർന്നു നിൽക്കുകയും ചെയ്യുന്നു. മാത്രമല്ല, അസീറിയ രാജാവ് അയച്ച അദ്ദേഹത്തിൻ്റെ പ്രതിനിധികൾ കോട്ട മുകളിൽ കയറി നിന്ന് ഹെസക്കിയ രാജാവിനെയും രാജാവിൻ്റെ സേവകരെയും ജനത്തെയും ഒരുപോലെ വെല്ലുവിളിക്കുമ്പോൾ അവർ ഉയർത്തിവിടുന്നൊരു ചോദ്യമുണ്ട്: നിങ്ങളുടെ ദൈവമായ കർത്താവിന്, നിങ്ങളുടെ യഹോവയ്ക്ക് നിങ്ങളെ രക്ഷിക്കാൻ കഴിയുമോ? അസീറിയ രാജാവിൻ്റെ കയ്യിൽ നിന്ന് സിറിയയെയും ഫിലിസ്തീനെയും ഇസ്രായേലിനെയും രക്ഷിക്കാൻ കഴിയാത്ത ദേവന്മാർക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് നിങ്ങളെ രക്ഷിക്കാൻ കഴിയുമോ എന്ന ഒരു ചോദ്യമാണ് അവർ ഉയർത്തിവിടുന്നത്. നമുക്ക് ഹെസക്കിയ നേരിടുന്ന ഈ പ്രതിസന്ധി നമ്മുടെ ഏത് സാധാരണ ജീവിതത്തിൻ്റെയും പ്രതിസന്ധിയാണ്. ലോകവും പിശാചും ദുഷ്ടമനുഷ്യരുമെല്ലാം ചുറ്റിനും നിന്ന് നമ്മളെ വെല്ലുവിളിക്കുകയും തകർക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ മനസാക്ഷി നമ്മളോട് ചോദിക്കുന്ന നിർണായകമായൊരു ചോദ്യമാണിത്: നീ ആരാധിക്കുന്ന
നീ ആശ്രയിക്കുന്ന ദൈവത്തിന് നിന്നെ രക്ഷിക്കാൻ കഴിയുമോ? നമ്മൾ അടുത്ത അധ്യായങ്ങൾ വായിക്കുമ്പോൾ എസക്കിയ സമ്പൂർണമായി ആശ്രയിച്ച യഹോവയായ ദൈവമായ കർത്താവ് എസക്കിയായെ രക്ഷിക്കുമോ ഇല്ലയോ എന്ന് നമ്മൾ പിന്നീട് വായിച്ച് അറിയും. ഇവിടുത്തെ ചോദ്യം ഇതാണ്: അസീറിയായിൽ ആശ്രയിക്കണമോ, ദൈവത്തിൽ ആശ്രയിക്കണമോ? നിങ്ങൾക്കാരെ വേണം, യേശുവിനെയോ ബറാബാസിനെയോ? ജീവിതത്തിൻ്റെ ഏത് സാധാരണ നിമിഷങ്ങളിലും അസാധാരണ വൈതരണികളുടെയും ദുഃഖങ്ങളുടെയും നാഴികകളിലും ഈ ചോദ്യം മനുഷ്യ മനസാക്ഷിയെ പിന്തുടരുന്നുണ്ട്, വേട്ടയാടുന്നുണ്ട്. നിങ്ങൾക്കാരെ വേണം, ദൈവത്തെയോ ലോകത്തെയോ? ഈ തിരഞ്ഞെടുപ്പിൽ നമ്മൾ ഏത് ഭാഗത്ത് നിൽക്കുന്നു എന്നതാണ് ഒരു വ്യക്തിയുടെ വരാൻ പോകുന്ന ജീവിതത്തെയും ഭാവിയെയും ഭാഗതയെയും നിർണ്ണയിക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. നിങ്ങളുടെ ദിവസം ദൈവം ഒരു അനുഗ്രഹമാക്കി നൽകട്ടെ എന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. എന്നെയും നിങ്ങളുടെ പ്രാർത്ഥനകളിൽ നിങ്ങൾ ഓർക്കണം. ഈ വചനവായന പദ്ധതിയെക്കുറിച്ച് നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് നിങ്ങൾ പരിചയപ്പെടുത്തുകയും വേണം. നമ്മൾ ഇന്നു മുതൽ ഒരു പുതിയ ബൈബിൾ കാലഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇത് പ്രവാസം എന്ന് പേരിട്ട് വിളിക്കുന്ന, എക്സൈൽ എന്ന് പേരിട്ട് വിളിക്കുന്ന ഒരു കാലമാണ്. സത്യത്തിൽ ഈ ഇസ്രായേലിൻ്റെ അല്ലെങ്കിൽ രക്ഷയുടെ ചരിത്രത്തിൻ്റെ ഏറ്റവും സങ്കടകരമായ, ഒരുപക്ഷെ താഴ്ന്ന് ഏറ്റവും അധപ്പതനാവസ്ഥയിലെത്തിയ ഒരു കാലത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്നു മുതൽ വായിച്ചു തുടങ്ങുന്നത്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ പ്രധാനപ്പെട്ട പല തിരിച്ചറിവുകളിലേക്കും ഇസ്രായേൽ ജനം വന്നതുപോലെ, യഹൂദജനം വന്നതുപോലെ നമ്മളും പല പുതിയ തിരിച്ചറിവുകളിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. ഈ കാലഘട്ടത്തിലെ വായനകളെക്കുറിച്ചും ഈ കാലഘട്ടത്തെക്കുറിച്ചുമുള്ള ആമുഖമായി നൽകിയിരിക്കുന്ന ആ പീരീഡ് ഇൻട്രഡക്ഷൻ്റെ ഓഡിയോ ലഭ്യമാണ്. അതുകൊണ്ട് നിങ്ങൾ അത് ആദ്യം നന്നായി കേട്ടതിന് ശേഷം ഈ ദിവസങ്ങൾ ഇന്നു മുതലുള്ള വായനകളിൽ ഏർപ്പെട്ടാൽ കുറെ കൂടി നല്ല തെളിമയോടെ നിങ്ങൾക്ക് ഈ കാലഘട്ടത്തെ മനസ്സിലാക്കാൻ കഴിയും. കർത്താവ് നിങ്ങളുടെ ഈ ദിവസത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നാളെ വീണ്ടും ഈ വചനസ്വരവുമായി നിങ്ങളുടെ അടുത്തേക്കെത്താൻ ദൈവം എന്നെ അനുവദിക്കുന്നതുവരെയും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. മറക്കരുത്, ഞാൻ ഡാനിയലച്ചൻ. സ്നേഹിക്കാം, പ്രാർത്ഥിക്കാം, ഈശോയെ പങ്കുവെക്കാം. നല്ലൊരു ദിവസം നിങ്ങൾക്കുണ്ടാവട്ടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.